മാർച്ച് 24 നമ്മൾ ലോക ക്ഷയരോഗ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. ഈ വർഷത്തെ ക്ഷയരോഗ ദിനത്തിൻ്റെ തീം എന്ന് പറയുന്നത് യുണൈറ്റ് ടു എൻഡ് TB എന്നതാണ്. അപ്പോൾ നമ്മളെല്ലാവരും വളരെ കൂടുതൽ കേട്ടിട്ടുള്ള ഒരു രോഗം തന്നെയാണ് ക്ഷയരോഗം. TB എന്നത് ഗ്ലോബൽ ബേർഡൻ ഓഫ് TB, അതായത് നമ്മൾ ലോകത്തിൽ ആകമാനം TBയുടെ ശതമാനം എടുത്താൽ ഏകദേശം 25%, അതായത് 1/4 ഉള്ളത് ഇന്ത്യയിൽ തന്നെയാണ്. TBയിൽ നമുക്ക് 2 തരം TB ഉണ്ട്, അതായത് ഡ്രഗ് സെൻസിറ്റീവ് TB ആൻഡ് ഡ്രഗ് റെസിസ്റ്റൻറ്റ് TB. അപ്പം ഡ്രഗ് സെൻസിറ്റീവ് TB ആണ് നമ്മൾ കൂടുതൽ കാണുന്നതെങ്കിൽ, അതായത് മരുന്നിനോട് പ്രതികരിക്കുന്ന തരം, അതായത് നോർമലി നമ്മൾ കൊടുക്കുന്ന മരുന്നിനോട് പ്രതികരിക്കുന്ന TB ആണ് ഡ്രഗ് സെൻസിറ്റീവ് TB. ഡ്രഗ് റെസിസ്റ്റൻറ്റ് TB എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കൊടുക്കുന്ന ആൻറ്റിബയോട്ടിക്സ് അല്ലെങ്കിൽ TBയുടെ മരുന്നിനോട് പ്രതികരിക്കാത്ത TB ആണ് ഡ്രഗ് റെസിസ്റ്റൻറ്റ് TB. ഇന്ത്യയിൽ ഡ്രഗ് റെസിസ്റ്റൻറ്റ് TBയുടെ കണക്ക് ലോകത്തിൽ വളരെ കൂടുതലാണ്. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് TBയെ സംബന്ധിച്ച് ഒരു ഹൈ പ്രിവാലൻറ്റ് കൺട്രി തന്നെയാണ്. അപ്പോൾ TB എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും കേട്ടിട്ടും അറിഞ്ഞിട്ടും ഉണ്ടാകും. TB എന്നത് ഒരു അണുബാധ കൊണ്ട് ഉണ്ടാകുന്ന ഒരു രോഗമാണ്. ആ അണുവിൻ്റെ പേരാണ് മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ്. അപ്പോൾ അത് നമ്മുടെ അന്തരീക്ഷത്തിൽ എല്ലായിടത്തും തന്നെ ആ TBയുടെ അണുക്കളുണ്ട്. അപ്പോൾ അത് ഏത് പ്രായക്കാരിലും വരാം, അതായത് കുഞ്ഞുങ്ങൾ മുതൽ ഏത് പ്രായമുള്ള മുതിർന്നവരിലാണെങ്കിലും സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ആർക്ക് വേണമെങ്കിലും TB ഇൻഫെക്ഷൻ ഉണ്ടാവുന്നതാണ്. എന്നാൽ ഇതിൻ്റെ ഹൈ റിസ്ക് പോപ്പുലേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ HIV ഉള്ള രോഗികൾ, അല്ലെങ്കിൽ ലിവർ ഫെയിലിയർ, കിഡ്നിയുടെ പ്രവർത്തനത്തിൽ വ്യത്യാസമുള്ള രോഗികൾ, സ്റ്റീറോയിഡ് പോലത്തെ മരുന്ന് കഴിക്കുന്നു, അല്ലെങ്കിൽ ക്യാൻസറിന് വേണ്ടി ഇമ്മ്യൂണോ സപ്രസീവ് ട്രീറ്റ്മെൻറ്റ്സ് എടുക്കുന്നു, അല്ലെങ്കിൽ കുഞ്ഞു പിള്ളേർ, 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, ഇവരെയൊക്കെയാണ് ഹൈ റിസ്ക് ഗ്രൂപ്പ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ TB എന്നത് നമുക്ക് എങ്ങനെ വരും എന്ന് വെച്ചാൽ അത് എയറോസോൾ സ്പ്രെഡാണ്. നമുക്ക് എയറോസോൾ സ്പ്രെഡ് എന്ന് വെച്ചാൽ നമ്മൾ ഒരാൾക്ക് TB ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അയാൾ ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ അയാളിൽ നിന്ന് വരുന്ന അണുക്കൾ മറ്റൊരാൾ ശ്വസിക്കുകയും അത് മറ്റൊരാൾക്ക് അസുഖത്തിന് ഇടയാക്കുകയും ചെയ്യും. ഇപ്പോൾ TBയുടെ രോഗലക്ഷണങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമുക്ക് 2 ആഴ്ചയ്ക്ക് കൂടി നിൽക്കുന്ന ചുമ. അത് നമ്മുടെ എല്ലാ സർക്കാർ ആശുപത്രികളിലും നമുക്ക് TBയുടെ ടെസ്റ്റുകൾ ലഭ്യമാണ്. അപ്പോൾ 2 ആഴ്ചയ്ക്ക് മുകളിൽ ചുമ നിൽക്കുകയാണെങ്കിൽ, അതോടൊപ്പം രാത്രിയിൽ പനി വരിക, വേർക്കുക, കഫത്തിൽ രക്തത്തിൻ്റെ അംശം കാണുക, വിശപ്പില്ലായ്മ, ശരീരം ക്ഷീണിക്കുക എന്നതെല്ലാം തന്നെ TBയുടെ ലക്ഷണങ്ങളാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ലക്ഷണം ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് നമ്മൾ അടുത്തുള്ള സർക്കാർ ആശുപത്രിയിലോ അടുത്തുള്ള പ്രൈവറ്റ് ആശുപത്രിയിലോ നമ്മൾ ചെന്ന് കഫം പരിശോധിക്കുക എന്നതാണ്. അപ്പോൾ കഫം പരിശോധിക്കുമ്പോൾ നമ്മൾ TBയുടെ അണുക്കൾ കാണുകയാണെങ്കിൽ നമ്മൾ TBയുടെ ടെസ്റ്റ് പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ചെസ്റ്റ് എക്സ്റേ, നെഞ്ചിൻ്റെ എക്സ്റേ എടുത്ത് നോക്കാവുന്നതുമാണ്. അപ്പോൾ ഈ ചെസ്റ്റ് എക്സ്റേ എടുത്തു, നമ്മൾ കഫം പരിശോധിച്ചു, നമ്മൾ TBയുടെ അണുക്കൾക്ക് എന്തെങ്കിലും കാരണത്താൽ പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ പിന്നെ നോക്കുന്നത് നമുക്ക് TBയുടെ ആ അണു നമ്മുടെ സാധാരണ മരുന്നിനോട് പ്രതികരിക്കുമോ ഇല്ലയോ എന്ന് അടുത്ത ടെസ്റ്റിന് വിടുക എന്നതാണ്. അപ്പോൾ നമ്മുടെ സാധാരണ മരുന്നിനോട് പ്രതികരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ HREZ എന്നതാണ് ആ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു റെജിം എന്ന് പറയുന്നത്. അതായത് 6 മാസത്തെ ചികിത്സയാണ്. അതിൽ നമ്മൾ 2 മാസം ഇൻറ്റൻസീവ് ഫേസും 4 മാസം കണ്ടിന്യൂവേഷൻ ഫേസ് എന്നും നമ്മൾ അതിനെ തരം തിരിച്ചിട്ടുണ്ട്. എല്ലാ സർക്കാർ ആശുപത്രികളിലും അതുപോലെ തന്നെ സർക്കാർ പ്രൈവറ്റ് ആശുപത്രികളിലും നമുക്ക് ഈ മരുന്ന് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതൊരു ഡെയിലി ട്രീറ്റ്മെൻ്റ് ആണ്. നമ്മുടെ വെയിറ്റ് അനുസരിച്ചാണ് നമ്മുടെ എത്ര മരുന്നാണ് നമ്മൾ കഴിക്കേണ്ടത് എന്ന് നിശ്ചയിക്കുന്നത്. വെയിറ്റ് കുറഞ്ഞ ആൾക്കാർക്ക് 2 പില്ലും വെയിറ്റ് കൂടിയ ആൾക്കാർക്ക് 6 അല്ലെങ്കിൽ 5 പില്ലും ഒക്കെ ആയിരിക്കും വരുന്നത്. അത് എല്ലാ ദിവസവും നമ്മൾ ആ മരുന്ന് കഴിക്കേണ്ടതും ആവശ്യമാണ്. അപ്പോൾ 6 മാസത്തിൻ്റെ ഇടയ്ക്ക് ഈ ചികിത്സയുടെ ഇടയിൽ കഫം പരിശോധിച്ച് നോക്കി നെഗറ്റീവ് ആണോ അതോ പോസിറ്റീവ് ആണോ എന്നതും അതിൻ്റെ ബാക്കി തുടർ ചികിത്സയും നമ്മൾ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മളൊരാൾക്ക് TB വരുന്നെങ്കിൽ അവർക്ക് നമുക്ക് സ്ക്രീൻ ചെയ്യേണ്ട കാര്യങ്ങൾ, ഷുഗർ ഉണ്ടോ, അതായത് ഡയബറ്റിക് ആണോ അല്ലെങ്കിൽ HIV ഉണ്ടോ എന്നതെല്ലാം നമ്മൾ ഇതോടൊപ്പം നമ്മൾ നോക്കുന്ന ടെസ്റ്റുകൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഒരാൾക്ക് TB ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അത് ചികിത്സിച്ച് മാറ്റാവുന്ന ഒരു രോഗം തന്നെയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരാൾക്ക് TB ഉണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം എന്ന് നോക്കാം. ആ TB ഇൻഫെക്ഷനുള്ള ആൾ ചുമയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ തുപ്പുമ്പോഴോ അവർ പരിസരത്ത് തുപ്പാതെയോ അല്ലെങ്കിൽ ചുമയ്ക്കാതെയോ ഇരിക്കാൻ മാക്സിമം ശ്രമിക്കുക. അതായത് നമ്മളൊരു തോർത്തെടുത്ത് 8ആയിട്ട് മടക്കി മൂടി ചുമയ്ക്കുക. അങ്ങനത്തെ അവർ തന്നെ സ്വന്തമായിട്ട് പ്രിവെൻഷൻ മെത്തേഡ്സ് എടുക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ ചുമച്ച കഫം നമ്മൾ പരിസരത്തൊന്നും തുപ്പാതെ അതൊരു സ്പ്യൂട്ടം കപ്പിലേക്ക് കളക്ട് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടതും വളരെ അത്യാവശ്യമാണ്. വീട്ടിലുള്ള ആൾക്കാർക്കും നമ്മൾ TB സ്ക്രീൻ ചെയ്യണം. അതായത് ആർക്കെങ്കിലും 2 ആഴ്ചയ്ക്ക് മുകളിലുള്ള ചുമയുണ്ട് അല്ലെങ്കിൽ മേൽപ്പറഞ്ഞ ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരും TB ഉണ്ടോ എന്നത് നോക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഇതിനെല്ലാം തന്നെ സർക്കാരും അല്ലെങ്കിൽ പ്രൈവറ്റ് ആശുപത്രികളിലും അതിൻ്റേതായിട്ടുള്ള പ്രോട്ടോക്കോൾ തന്നെ ഇപ്പോൾ നിലവിലുണ്ട്.
ഇപ്പം നമ്മൾ കൂടുതലും നമ്മൾ എൻഡ് ടി ബി സ്ട്രാറ്റജിയിലാണ് നമ്മൾ നോക്കുന്നത്. അതായത് നമ്മൾ ടി ബിയെ നിർമ്മാർജ്ജനം ചെയ്യുക എന്നതുപോലെ നമ്മൾ സ്മോൾ പോക്സിനെ നിർമ്മാർജ്ജനം ചെയ്തതുപോലെ നമ്മൾ ടി ബിയെ എൻഡ് ചെയ്യുക എന്നതാണ് നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും നമ്മുടെ ഗവൺമെൻറ്റും എല്ലാവരും ഒരുമിച്ച് ചെയ്യാൻ ഇപ്പോൾ ശ്രമിക്കുന്നത്. അപ്പോൾ ടി ബി ഉണ്ടെന്ന് വെച്ചിട്ട് ഭയപ്പെടേണ്ട കാര്യമില്ല. അത് ചികിത്സിച്ച് 6 മാസത്തെ ചികിത്സയിൽ നമുക്ക് ഭേദമാക്കാവുന്ന ഒരു രോഗം തന്നെയാണ്. അപ്പം ഈ വർഷത്തെ മാർച്ച് 24 നമ്മുടെ വേൾഡ് ടി ബി ഡേ വരുന്നതും അതിൽ നമുക്ക് ഒരുമിച്ച് നമുക്ക് ആർക്കെങ്കിലും ടി ബി ഉണ്ടോ അല്ലെങ്കിൽ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അവരെത്രയും പെട്ടെന്ന് ടെസ്റ്റ് ചെയ്ത് അത് നിർണ്ണയിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്.